തീച്ചൂളയുടെ നടുവിൽ തൻ്റെ ജനത്തോടൊപ്പം നടക്കുന്ന ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അനുദിന ജീവിതത്തിൽ തീച്ചൂളകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തങ്ങളുടെ തീച്ചൂളകളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നില്ലയോ എന്ന് പലരും പരാതിപ്പെടാറുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരെന്നും കർത്താവിനോട് ഉപവസിക്കുന്നവരെന്നും അറിയപ്പെട്ടിട്ടും എന്തുകൊണ്ടോ സർവശക്തനായ ദൈവം തങ്ങളുടെ തീച്ചൂളകളുടെ നടുവിലേക്ക് ഇറങ്ങി വരാത്തത് എന്ന് പരിഭവം പറയുന്നവരും അനേകരുണ്ട്. ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ച ശേഷം തീച്ചൂളയുടെ നടുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ശദ്രക്, മേശക്, അബേദ്നെഗോ നെബൂഖദ്നേസർ രാജാവ് സ്ഥാപിച്ച സ്വർണ്ണ വിഗ്രഹത്തെ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും സാഷ്ടാംഗം പ്രണവിച്ചപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആ സ്വർണ്ണ വിഗ്രഹത്തെ നമസ്കരിക്കുവാൻ കൂട്ടാക്കിയില്ല. ബാബിലോൺ ദേശത്തെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന അവർക്ക് അനിമിത്തം ഉണ്ടാകുവാൻ പോകുന്ന ഭയാനകമായ ഭവിഷ്യത്തുകളൊന്നും അവർ ഗണ്യമാക്കിയില്ല. തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോഴും അവർക്ക് രാജാവിനെ അറിയിക്കുവാനുണ്ടായിരുന്നത് തങ്ങൾ ആരാധിക്കുന്ന ദൈവം തങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവിൻ്റെ ദേവന്മാരെയോ രാജാവ് സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തെയോ നമസ്കരിക്കുകയില്ല എന്നായിരുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ നിക്ഷിപ്തമാണ്. അവരെ രക്ഷിക്കാനാണ് ദൈവം അവരോട് സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ യാതൊരു വാഗ്ദത്വവും നൽകിയിരുന്നില്ല. എരിയുന്ന തീച്ചൂടയുടെയും സ്വർണ്ണ വിഗ്രഹത്തിൻ്റെയും മുമ്പിൽ ഭയപ്പെടാതെ അവർ തങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തിന് വേണ്ടി ലാഭമായത് ഛേദമെന്നെണ്ണുവാൻ തയ്യാറായി. നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ മാത്രമല്ല തങ്ങൾ തന്നെ ചാമ്പലായി തീരുമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അവർ ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തിയത്. എന്നാൽ അവരെ വസ്ത്രങ്ങളോടെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയപ്പോഴും തീച്ചൂളയിലേക്ക് എറിയുവാൻ കൊണ്ടുപോയപ്പോഴും ദൈവം മൗനമായിരുന്നു. ഈ സന്ദർഭങ്ങളെല്ലാം അവർക്ക് ദൈവത്തെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും അവർ ദൈവത്തെ അചഞ്ചലമായ വിശ്വാസം നിലനിർത്തി. ദൈവത്തോടുള്ള അചഞ്ചല വിശ്വാസം അത് നിലനിർത്തി. സംഹാര ദാഹത്തോടെ ആളിക്കത്തുന്ന തീച്ചൂളയുടെ നടുവിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ ആ എരിത്തീയുടെ നടുവിൽ അവരെ സ്വീകരിക്കുവാൻ അവരുടെ പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ച സർവശക്തനായ ദൈവം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ അവരെ സ്വീകരിക്കാൻ ആരുമില്ലാതിരുന്നപ്പോഴും സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന ഒരു മഹനീയ നിമിഷം. ഹല്ലേലൂയ! അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ തീഷ്ണതയും ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസവും വിശ്വസ്തതയുമാണ് നമ്മെ ചാമ്പലാക്കുവാൻ വെമ്പുന്ന അഗ്നിനാളങ്ങളുടെ നടുവിലേക്ക് സർവശക്തനായ ദൈവത്തെ ഇറക്കുന്നത്. തീച്ചൂളയുടെ നടുവിൽ തൻ്റെ ജനത്തോടൊപ്പം നടക്കുന്ന ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിവ് ബൈബിളിലൂടെ നാം മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയും ഏത് പ്രതിബന്ധങ്ങളും കടന്നു വന്നാലും വിശ്വാസമുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകും. ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. എബ്രായർ 13:5 പ്രകാരം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു ആയുസ് മുഴുവൻ നമ്മുടെ ദൈവം നമ്മെ കൈവിടാത്ത ദൈവമാണ്. മരണശേഷം നമ്മുടെ ആത്മാവിനെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്. ബൈബിൾ പറയുന്നു ഇപ്രകാരം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്! ഈ വചനത്തിൻ്റെ ശക്തി എത്രമാത്രം ഉള്ളതാണ്, എത്ര അർത്ഥവത്തതാണ്! ഒരു കാര്യം നാം തിരിച്ചറിയണം, തീച്ചൂളയുടെ നടുവിലും തൻ്റെ ജനത്തോടൊപ്പം നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതു പ്രതിസന്ധിയുടെ നടുവിലും നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ആ മഹാസ്നേഹത്തെ, ആ മഹാദൈവത്തെ ആരാധിക്കുവാൻ, ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവിക്കുന്ന ദൈവം, അതെ, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. നിർമ്മലമായ സ്നേഹത്തോടെ ആ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു.
അവർക്ക് വേണ്ടി ആ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നല്ലവനായ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുന്ന, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ജീവിക്കുന്ന, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഉയർച്ചയിലേക്ക് കടക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം.